പിൻകാലങ്ങളിലൊക്കെ തന്നെ ഈ നമ്മുടെ പാർലമെന്റ് ഇലക്ഷനുകൾ വരുമ്പോൾ മൂന്നാം മുന്നണി, ദേശീയ മുന്നണി, അങ്ങനെ പല പല മുന്നണികളും രൂപീകരിക്കാറുണ്ട്. ആ മുന്നണിയെ രൂപീകരിച്ച് ഇലക്ഷന് നേരിടുമ്പോൾ തന്നെ പല അസ്വാരസ്യങ്ങളും ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ പിൻകാലങ്ങളിൽ ചില സംസ്ഥാനങ്ങളിലൊക്കെ ധാരണകളും അഡ്ജസ്റ്റ്മെന്റുകളും നടത്താറുണ്ട്. ഇപ്പോൾ അതിനേറ്റവും വലിയ ഉദാഹരണമാണ് ബംഗാളിൽ കഴിഞ്ഞ ഇലക്ഷനിൽ ഇപ്പോൾ കോൺഗ്രസും CPM-ഉമായി നടത്തിയ ധാരണ, അതുപോലെ ത്രിപുരയിൽ നടത്തിയ ധാരണ, അങ്ങനെ മറ്റ് സ്റ്റേറ്റുകളിൽ, അതുപോലെ തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിൽ കോൺഗ്രസും CPM-ഉം ഉണ്ടായിരുന്നു. അങ്ങനെ പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളും മറ്റൊക്കെ നടത്താറുണ്ട്. ചില സമയങ്ങളിൽ മുന്നണി രൂപീകരിക്കുകയും ആ രൂപീകരണത്തിന് ശേഷം ഇലക്ഷൻ്റെ സീറ്റ് വിഭജനവുമായി പലരും പിണങ്ങി പോകാറുണ്ട്. അങ്ങനെ വളരെയധികം ഇന്ത്യയിലെ ഇതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദേശീയ മുന്നണി അല്ലെങ്കിൽ മൂന്നാം മുന്നണികളുടെ കാലഘട്ടത്തിലൊക്കെ തന്നെ പലവിധ നേതാക്കന്മാർ ഓരോ സ്റ്റേറ്റിലും ഓരോ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളുടെ ആധിപത്യത്തിലായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു ഏകീകൃത എന്ന രീതിയിൽ മുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് കാലങ്ങളിൽ ഉണ്ടായിരുന്നത് കോൺഗ്രസിനെതിരെയുള്ള ഒരു വികാരമായിരുന്നു. കോൺഗ്രസിനെ എതിർക്കുക എന്ന് രാഷ്ട്രീയമൊക്കെ മാറി ഇത് കോൺഗ്രസ് ഒന്നുമല്ലാതെ BJP മുഖ്യ ശത്രു എന്ന് വന്നപ്പോൾ, അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റേറ്റുകളിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഘടന മാറി, പാർട്ടികളുടെ സ്വഭാവം മാറി, പാർട്ടികൾ തന്നെ മാറി. അങ്ങനെ ഇരിക്കുന്ന ഇന്നലകളിൽ കോൺഗ്രസിനെ എതിർത്തിരുന്ന പല രാഷ്ട്രീയ കക്ഷികളുമാണ് ഇന്ന് അഖിലേന്ത്യ വ്യാപകമായിട്ടുള്ള പല സ്റ്റേറ്റുകളിലുള്ള പ്രാദേശിക കക്ഷികളായി രൂപാന്തരം പ്രാപിച്ചിട്ടുള്ളത്. അതിനൊരു ഒറ്റയ്ക്കുള്ള ഒരു പ്ലാറ്റ്ഫോം ഇല്ലാതിരിക്കുകയും ഇന്ന് BJP മുഖ്യ ശത്രുവായി വരുമ്പോൾ ഇന്നലകളിൽ തങ്ങൾ എതിർത്ത കോൺഗ്രസിനെ കൂട്ടായി കൂട്ടുപിടിക്കേണ്ട ഒരു രാഷ്ട്രീയ സമീപനം കൂടി വന്നത് പല സ്റ്റേറ്റുകളിലും പല പ്രതിബന്ധങ്ങളുണ്ട്. പല സ്റ്റേറ്റുകളിലും ഈ ഘടകകക്ഷികൾ തന്നെ 1-2 സ്ഥാനങ്ങളിലേക്ക് നിൽക്കുന്ന സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി രൂപീകരിച്ചു കൊണ്ടുവരുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പോൾ അത് ഇന്ത്യ മുന്നണി എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലും ഇത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയാണ്. നമുക്ക് തോന്നുന്നത് ഇന്ത്യ മുന്നണി ഒരു സാങ്കല്പികത ആയി മാറുകയും ഇലക്ഷനുകളിൽ പല സ്റ്റേറ്റുകളിലും വ്യത്യസ്തമായ നിലപാടുകളിൽ ഈ നേർക്കുനേറുമൊക്കെ സൗഹാർദ്ദ മത്സരങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വിജയിച്ച് സീറ്റുകൾ കൊണ്ടുവന്നിട്ട് അതിനുശേഷം ഒരു മുന്നണിയായി രൂപാന്തരം പ്രാപിക്കുന്നതിലേക്ക് വരുമോ എന്ന ഒരു ധാരണയിലേക്കാണ് വരുന്നത്. കാരണം ഇന്ന് BJP-ക്കെതിരെ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ വ്യക്തമായിട്ട് ഒരു ശത്രുവിനെ നേർക്കുനേർ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ ഇല്ല എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ നിലവിൽ വരുന്നത്. ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ ഈ രൂപീകരണത്തിന് ഏറ്റവും കൂടുതൽ മുന്നോട്ട് വന്നിരുന്ന നിതീഷ് കുമാർ, ഈ നിതീഷ് കുമാർ ഇതിൻ്റെ കൺവീനർ സ്ഥാനത്തേക്കും മറ്റുമൊക്കെ ഇതിന് നേതൃമുഖമായി വരുന്നതിന് തടയിടുന്നതിന് വേണ്ടി കെജ്രിവാളും അതുപോലെ തന്നെ മമതാ ബാനർജി ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് വളരെയധികം വയസ്സുള്ള കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ഗാർഗിലാണ് അതിൻ്റെ ചിലപ്പോൾ മുന്നിലേക്ക് വന്നത്. രാഹുൽ ഗാന്ധിയെ പോലും അതിൻ്റെ മുഖമായി ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടി ഈ മുന്നണിക്ക് കഴിയുന്നത് അവിടെ തന്നെ പരാജയങ്ങളൊക്കെ ആരംഭിക്കുകയായി. ഇപ്പോഴെന്താണെന്ന് വെച്ചാൽ വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ വ്യത്യസ്ത തീരുമാനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയിലാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ന്യായ് യാത്ര, ജോഡയാത്രകളൊക്കെ തുടങ്ങിയിട്ട് ഇന്ന് അത് ബംഗാളിലെത്തുകയാണ്. ഈ ബംഗാളിലാണ് ഈ മുന്നണിയെ ഏറ്റവും കൂടുതൽ ശക്തമായി തന്നെ നയിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് മമതാ ബാനർജി. പക്ഷെ മമതാ ബാനർജി പരാതിപ്പെട്ടിരിക്കുന്നത് ബംഗാളിലെ ഇന്ത്യ മുന്നണിയുടെ മുഖം CPM സ്വയം ഏറ്റെടുത്തിരിക്കുകയാണെന്നും CPM ആണ് ഇന്ത്യ മുന്നണിയുടെ മുഖമെന്നും, അതുപോലെ തന്നെ CPM പറയുന്നത് ഇന്ന് ബംഗാളിൽ പ്രവേശിക്കുന്ന ന്യായ് യാത്രയിൽ ഒരു കാരണവശാലും മമതാ ബാനർജിയെ പങ്കെടുപ്പിക്കാൻ കഴിയില്ല എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പശ്ചിമ ബംഗാളിനെ കുറിച്ച് തന്നെ നമ്മൾക്ക് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ മമതാ ബാനർജി എന്ന് പറയുന്ന മുൻ കോൺഗ്രസ് നേതാവാണ്. യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഒക്കെ നിന്നിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരെക്കാൾ കൂടുതൽ ഈ ഇന്ത്യ മുന്നണി ഉണ്ടല്ലോ നയിക്കാൻ നല്ല ഇതെന്ന് പറയുന്നത് മമതാ ബാനർജിക്കാണ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്
കെമിസ്ട്രി അതായത് അവർ തമ്മിലുള്ള ഒരു കൂട്ടം വർക്കാവും. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ് നേതൃത്വവും ഒരിക്കലും അവിടെ വിജയിക്കില്ല എന്നൊരു പൂർണ്ണ ധാരണ എനിക്കുണ്ട്. എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസ് വിരുദ്ധരാണ് അവിടുത്തെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങളും. ഇപ്പോൾ കഴിഞ്ഞ വട്ടം നോക്കുകയാണെങ്കിൽ ലെജിസ്ലേറ്റീവ് ഇലക്ഷൻസ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 26 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ കഴിഞ്ഞ 2019 ഇലക്ഷനിൽ അവർക്ക് 0 സീറ്റായിട്ട് കോൺഗ്രസിനും CPM-നും മാറേണ്ടി വന്നു. എന്തുകൊണ്ട്? എന്നാൽ ലെഫ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന അവിടുത്തെ കക്ഷികളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഒരുമിച്ചാണ് അവിടെ മത്സരിച്ചത്. ആ ഒരുമിച്ച് മത്സരിച്ചപ്പോൾ ഉണ്ടായ പാർട്ടിയിൽ തന്നെ പ്രശ്നങ്ങൾ. ഇവിടെ മാത്രമല്ല, 2 സംസ്ഥാനങ്ങളാണ് മെയിനായിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. കമ്മ്യൂണിസ്റ്റുകാർ 3 സംസ്ഥാനം നോക്കുകയാണെങ്കിൽ 3 സംസ്ഥാനത്താണ് ഇവർ ഭരിച്ചിട്ടുള്ളത് മുഖ്യമായിട്ടും. ആ നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ഇതായ ത്രിപുരയിലും ബംഗാളിലും കോൺഗ്രസ് ആയി ഒരു സഖ്യം ഉണ്ടാക്കിയപ്പോൾ 2 വശത്തും പാർട്ടിക്ക് അവിടെ വൻ നഷ്ടമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ ഉണ്ടായിരുന്നത്. അത് കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോഴും ശ്രദ്ധിക്കുന്നില്ല. അതെന്റെ ഏറ്റവും വലിയൊരു എതിർപ്പ് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞ വട്ടം നോക്കുകയാണെങ്കിൽ 20% ആയിട്ട് വർദ്ധിക്കാൻ സാധിച്ചു. അതൊരു വലിയ നേട്ടം തന്നെയാണ്. മുൻ ഇലക്ഷനിൽ ഭയങ്കരമായിട്ട് വോട്ട് മാർജിൻ ഭയങ്കര കുറവും ശതമാനമൊക്കെ കുറവായിരുന്നു അവർക്ക്. പക്ഷെ അത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഈ ഇന്ത്യ സഖ്യത്തിൽ ഇന്ത്യ സഖ്യം അവിടെ ഇല്ല. മമത 42 സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറാണെന്ന് ഒരു സമ്മേളനത്തിൽ ഈ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ ഇടയ്ക്കല്ല, ഇന്നലെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് വ്യക്തമായി അറിയിക്കുകയും ചെയ്തു. പക്ഷെ രാഹുൽ ഗാന്ധിയും അവരുടെ ജനറൽ സെക്രട്ടറി വേണുഗോപാലും പറഞ്ഞിരിക്കുന്നത് അവർ ഇന്ത്യ മുന്നണിയുടെ മുതിർന്ന നേതാവാണ്, ഇന്ത്യ സഖ്യത്തിന്റെ. അത് കാരണം അവരോട് അവർ പ്രഷർ ഇടുകയാണ്. ഇതൊരു പ്രഷറിങ് തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ. എന്തുകൊണ്ടെന്നാൽ മമതയ്ക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് 22 സീറ്റാണ്. എത്ര? 22 സീറ്റ്. ഈ 22 സീറ്റുകൾ കൂട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ കോൺഗ്രസ് വോട്ടുകൾ സഹായിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായാൽ തീരെ വോട്ട് ഉയർച്ച ഉണ്ടാവില്ല, പക്ഷേ സീറ്റ് ഉയർച്ച ഉണ്ടാവില്ല. പക്ഷെ കോൺഗ്രസ് സഹായിക്കുകയാണെങ്കിൽ മമതേനെ എന്തായാലും അവർക്കൊരു വോട്ട് ശതമാനത്തിനും ഇൻക്രീസിങ് വരും. അത് മാത്രമല്ല അവിടെ സീറ്റിനും മാറ്റം വരും. എന്തുകൊണ്ടെന്നാൽ 22 സീറ്റ് ഇപ്പോൾ ലഭിക്കുന്നത് ചിലപ്പോൾ അത് വേണമെങ്കിൽ 30-35 സീറ്റായി മാറ്റാൻ കഴിയും. എന്നാൽ ഇപ്പോൾ മമതയ്ക്കുള്ള നല്ലൊരു ശതമാനം, ഏകദേശം 50% 40-50 ഉണ്ട്. ഇവരുടെ കുറച്ച് ശതമാനം കിട്ടുമ്പോൾ വീണ്ടും ഒരു വോട്ട് കയറ്റാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇവിടെ കൃത്യമായിട്ട് ഒരു ത്രികോണ മത്സരമാണ് ഈ പ്രാവശ്യം ബംഗാളിൽ നടക്കാൻ പോകുന്നത്. ബംഗാളിൽ നോക്കുകയാണെങ്കിൽ 3 കക്ഷികളാണ് മെയിനായിട്ടുള്ളത്. BJP-യും തൃണമൂൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയുടെ CPM. ഇങ്ങനെ വരികയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ത്രികോണ മത്സരം നടക്കുമ്പോൾ കൂടുതൽ അതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവാൻ പോകുന്നത് തൃണമൂൽ കോൺഗ്രസിന് തന്നെയാണ്. BJP-ക്ക് കഴിഞ്ഞ വട്ടം 18 സീറ്റ് ആക്കാൻ കഴിഞ്ഞുവെങ്കിലും എന്റെ അഭിപ്രായത്തിൽ അവർക്ക് ഈ പ്രാവശ്യം ആ 18 സീറ്റ് തന്നെ ലഭിക്കാൻ വളരെ കഷ്ടമായിരിക്കും. എന്ന് വെച്ചാൽ അത്ര വലിയൊരു പ്രക്ഷോഭങ്ങൾ BJP-ക്കെതിരെ ബംഗാളിൽ മമതയും ഏത് പാർട്ടി അവർക്ക് എതിർപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവിടെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമത ബാനർജിയും നല്ലൊരു രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവിടെ ഉയർത്തിരിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ചെറിയ ശതമാനങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങൾ സീറ്റിന്റെ കാര്യത്തിൽ വലിയ മാർജിനുകൾ വ്യത്യാസം ഉണ്ടാവും. അതാണ് മുന്നേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് BJP-ക്ക് കേവലം 2 സീറ്റ് നിന്ന് BJP പിന്നീട് വന്നത് ഏകദേശം 10 സീറ്റുകളിൽ മേലെ വന്നു. പിന്നീട് 18 സീറ്റോളം BJP-ക്ക് 18 സീറ്റുകളോളം BJP-ക്ക് നേടാൻ കഴിഞ്ഞു. അത് നിലനിർത്താനായിട്ട് BJP-ക്ക് കഴിയും. ഈ നിലയിൽ പോയാൽ അതായത് കോൺഗ്രസ് മമത ബാനർജി കൂടി ഒഴിച്ചു നിൽക്കാൻ വെച്ചാൽ കോൺഗ്രസിന്റെ കുറെ അവിടെ എന്താ വെച്ചാൽ മുഖ്യമായിട്ടും മതന്യൂനപക്ഷങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റ സംസ്ഥാനമാണ് ബംഗാൾ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ ഒക്കെ ഒരു രീതിയിലേക്ക് വോട്ടിങ് വന്നാൽ ഈ മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് എന്തൊക്കെ വന്നാലും ഇതവിടെ കോൺഗ്രസിന് കുറെ കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു വിഷയമില്ല.
CPM അവിടെ ഒരു വലിയൊരു ശക്തിയായിട്ട് വരാനായിട്ട് ലെഫ്റ്റ് നോക്കി നോക്കും. അപ്പോൾ ലെഫ്റ്റിന് കുറവ് വോട്ടുകളുണ്ട്. മമതാ ബാനർജിക്ക് അവിടെ സ്ഥിരമായിട്ടുള്ള കുറേ വോട്ടുകൾ ഉണ്ട് എങ്കിലും മമതാ ബാനർജിയുടെ ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നതിനെ മറികടക്കുന്നതിന് കോൺഗ്രസുമായി മുന്നോട്ട് പോയി CPM-ഉം മമതാ ബാനർജിയും കൂടി ഒന്നിച്ച് നിന്നാൽ ചിലപ്പോൾ ഒരു ഗുണം ഉണ്ടാവാനായിട്ട് കഴിയും. കാരണം കോൺഗ്രസും CPM-ഉം തമ്മിൽ ഒന്നിച്ച് നിന്നിട്ട് തന്നെ ഒരു രക്ഷയില്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ കോൺഗ്രസിനും മമതാ ബാനർജിക്കും ഒന്നിക്കുന്ന കാര്യത്തിൽ ഇന്നലകളിലെ കോൺഗ്രസ് നേതാവായിരുന്നു മമതാ ബാനർജി എന്നതൊക്കെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ CPM ആയിട്ട് കോൺഗ്രസിന് മുന്നണി ഉണ്ടാക്കാമെങ്കിൽ അതിനേക്കാളൊക്കെ നല്ല രീതിയിൽ തന്നെ മമതാ ബാനർജിയായിട്ടും അതിനകത്ത് TMC ആയിട്ട് മുന്നണി ഉണ്ടാക്കാൻ കഴിയുകയും അത് വിജയത്തിലെത്തുവാൻ സാധിക്കും. പക്ഷെ കോൺഗ്രസിന്റെ സീറ്റുകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നിർത്തുന്നത് കൂടുതൽ സീറ്റ് കോൺഗ്രസ് ചോദിക്കാതിരിക്കാനാകാം. കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞത് ഞാൻ മമതാ ബാനർജിയുടെ നല്ല ബന്ധമാണ്, ഞാൻ മമതാ ബാനർജിനെ കണ്ടുകൊണ്ട് കാര്യങ്ങൾ ശരിയാക്കാൻ കഴിയും. ജയറാം രമേശായാലും മറ്റുള്ള എല്ലാ ആളുകളും തന്നെ പറയുന്നത് എങ്ങനെയെങ്കിലും ഈ മുന്നണി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഈ മുന്നണി കൊണ്ടുപോകേണ്ടത് ഇന്ത്യ മുന്നണിയിൽ മമതാ ബാനർജി ഒരു നിർണായക ഘടകമാണ് എന്നാണ് കോൺഗ്രസിന്റെ പല തലമുതിർന്ന നേതാക്കന്മാരും പറഞ്ഞത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ മുന്നണിയിൽ യാതൊരുവിധ വിഷയമില്ലാത്ത രീതിയിലേക്ക് അതിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി കോൺഗ്രസ് മമതാ ബാനർജിക്ക് കഴിഞ്ഞു എന്നാണ് നമുക്ക് തോന്നുന്നത്. കഴിയില്ലാത്ത രീതിയിലേക്ക് മുന്നോട്ട് പോയാൽ അത് BJPക്ക് കൂടുതൽ ഗുണം ചെയ്യും. ചെറിയ വോട്ടിംഗ് റൈറ്റിൽ വരുന്ന വ്യത്യാസം BJPക്ക് സീറ്റുകളുടെ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ അവിടെ ഏറ്റവും നല്ലത് ഒരു ലെഫ്റ്റും BJPയും ഈ തൃണമൂൽ കോൺഗ്രസും കൂടിയിട്ടുള്ള രീതിയിലുള്ള ഒരു മത്സരം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക മമതാ ബാനർജിക്ക് ആയിരിക്കും. അത് ഇന്ത്യ മുന്നണിക്ക് വലിയൊരു മുതൽക്കൂട്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാതെ കോൺഗ്രസും മമതാ ബാനർജിയും CPM ഒക്കെ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അത് BJPക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്ന് മാത്രമല്ല ഇവർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ വളരെയധികം പ്രശ്നമുണ്ടാക്കും. ഇപ്പോൾ രാമക്ഷേത്രത്തിന്റെ പേരിൽ തന്നെ BJP വിചാരിക്കുന്ന ഒരു എഫക്റ്റ് അല്ല പല സംസ്ഥാനങ്ങളിലും BJPക്കെതിരെ മതന്യൂനപക്ഷങ്ങളുടെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ജനങ്ങളിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതൊക്കെ തന്നെ ഈ ഇലക്ഷനിൽ പ്രതിഫലിക്കും. അതൊക്കെ പ്രതിഫലിച്ച് BJPക്ക് കോട്ടവും പ്രതിപക്ഷത്തിന് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ലെഫ്റ്റ് ശക്തികൾ ഒരുവിധം വീണ്ടും അവരുടെ സ്വാധീനം വളർത്താൻ നോക്കുന്ന ശ്രമമാണ് ഇപ്പോൾ. അങ്ങനെ സ്വാധീനങ്ങൾ വളർത്തുന്നതിന്റെ ഭാഗമായി ലെഫ്റ്റ് കക്ഷികൾക്കും എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നല്ല രീതിയിലുള്ള മത്സരം നടക്കുകയാണെങ്കിൽ BJPക്ക് വളരെയധികം കോട്ടമുണ്ടാകുകയും പരസ്പര മത്സരം നടക്കുകയാണെങ്കിൽ BJPക്ക് നേട്ടമുണ്ടാകുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ബംഗാൾ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.